കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശാരദാമ്മേ. ശങ്കരേട്ടനോ? രണ്ടു ദിവസമായിട്ട് കാണാനില്ലല്ലോ ശങ്കരേട്ടാ. കൂപ്പിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു ശാരദാമ്മേ. ഇന്ന് രാവിലെയാ തിരിച്ചെത്തിയത്. ഇതെന്താ കാര്യമായിട്ട് എന്തോ തടഞ്ഞ കോളുണ്ടല്ലോ? കുറച്ച് പയറാ. ശിവാനന്ദന്റെ തോട്ടത്തില് വിളവെടുപ്പായിരുന്നു. കൂലിയുടെ കൂട്ടത്തിൽ കിട്ടിയതാ. വിഷമടിക്കാത്തതായതുകൊണ്ട് ഞാനിത് കുടുംബശ്രീ തരാന്ന് കരുതി. ശരി. അല്ല ശങ്കരേട്ടാ, ഇതിന്റെ വില എന്റെ പറ്റീന്ന് കുറച്ചാ മതി. എത്രയാന്ന് വെച്ചാ ശാരദാമ്മ എന്നൊരു കണക്ക് വെച്ചു. ശരി. രാജി, ഒരു ചായ. ആഹാ, നല്ല ഒന്നാം തരം പയറാണല്ലോ ശങ്കരേട്ടാ. അതെ ശാരദാമ്മേ, കൂലിക്കാണെങ്കിലും ഞാൻ തന്നെ നട്ട് നനച്ച് വളർത്തിയതാ. മോളെ ശ്യാമേ. എന്താ അമ്മേ? നീ അത് വെച്ചിട്ടിങ്ങി വന്നേ. എന്താ അമ്മേ? മോളെ, ഇത് വീട്ടിൽ കൊണ്ടുവച്ചേരെ. വൈകിട്ടത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശരി അമ്മേ. ഇയാളെന്ത് ചെയ്യാൻ പോവാ? സാധാരണ രാത്രി എല്ലാരും എന്താ ചെയ്യാ? ഉറങ്ങാൻ പോ. ഞാനും അങ്ങനെ തന്നെയാ. അല്ല പോവല്ലേ? ഇയാൾ ഇത്ര നേരത്തെ ഉറങ്ങാൻ പോവാ? ഇന്നേ ഒരല്പം നേരത്തെ കിടക്കണം. ഇവിടെ പുര നിറഞ്ഞു നിൽക്കുന്നവളെ കെട്ടിച്ചു വിടാനേ വനമൂർത്തി ക്ഷേത്രത്തില് കാപ്പ് കിട്ടാൻ പോകുന്നത് നാളെയല്ലേ? രാവിലെ സത്യാമ്മ സുസ്മിതയും കൊണ്ട് പോവും. കിച്ചണിലെ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കണ്ടേ. അല്ല, അപ്പൊ ഇയാൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നു തുടങ്ങിയ? കിടന്ന അപ്പഴേ ഉറങ്ങും ഞാൻ. എന്റെ കാര്യമാണെങ്കിൽ നേരം മറച്ച, എനിക്കാണെങ്കിൽ ഉറക്കേ വരുന്നില്ല. അതെന്താ? ഇവിടെ കൊതുക് ശല്യം ഉണ്ടോ? ഇതൊരു കൊതുക് തന്നെയാണ്, ഒരു സുന്ദരി കൊതുക്. അതിങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് തലക്കകത്തൂടി ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ പാട്ട് കേട്ടോണ്ട് എങ്ങനെ ഉറങ്ങാ? അതെ, ശരിക്കും എന്താ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു. ഓ, മുത്തുക്കം അതല്ലേ? ആ അതെ, ആ പേപ്പർ എവിടെ? അയ്യോ, പൊതിഞ്ഞൊന്നും തരണ്ട. അയ്യടാ, പൊതിഞ്ഞു തരാനായിട്ടല്ല. നേരത്തെ ഞാനിട്ട എക്സാമേ പാസ്സായിട്ടില്ല. അയ്യടാ, ഒരു പേപ്പർ മൂന്നായിട്ട് മുറിക്കണല്ലേ? അതത്ര വലിയ കാര്യമൊന്നുമല്ല. ആദ്യം ഇയാള് മുറിച്ച് കാണിക്കേ, എന്നിട്ട് വാ. എവിടെ പോണു? ഒരു ടൈപ്പ് എക്സാം. ഇയാൾ അത്ര വലിയ ആളാണെങ്കിലേ എന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറ. എന്ത് ചോദ്യം? അതെ, വളരെ എളുപ്പമുള്ളൊരു ചോദ്യ. ആദ്യം എക്സാമിന് ഇയാൾ റെഡി ആണോന്ന് പറ. റെഡി. അതെ, ഉത്തരം തരാൻ പറ്റിയില്ല ഞാൻ ചോദിച്ചത് തരണ്ടിട്ടാ. പരിഗണിക്കാം. പരിഗണിച്ച പോരാ, ഉറപ്പ് കിട്ടണം. ശരി ശരി, ഉറപ്പ്. ചോദിച്ചോ. പൊന്നോ,
ചോദ്യം ഇത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചു കേട്ടോണം. ആ ചോദിക്ക്. ദേ, ഇത് അല്ല, ഇടത് കൈ കൊണ്ട് തൊടാം, വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എന്താ സംഭവം? ഇടത് കൈ കൊണ്ട് തൊടാം, വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. അതെ. അങ്ങനെ ഒന്ന് പെട്ടെന്ന് പറയോ. ഇയാള് വലിയ IAS ഒക്കെ പാസ്സായിട്ട് ഇത്ര സിമ്പിൾ ക്വസ്റ്റിന് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പറയാം, ഒന്ന് മിണ്ടായിരിക്കും. എന്നാ പറ. അത് ഇടത് കൈ കൊണ്ട് തൊടാം, വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. ഇതൊന്ന് പറയോ. ആലോചിച്ചോളൂ. ഇടത് കൈ കൊണ്ട് തൊടാൻ പറ്റും, വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. അതല്ലേ ചോദ്യം. ഇടത് കൈ വലത് കൈ, എന്താ അത്? അതന്നെയല്ലേ ഞാനും ചോദിച്ചത്. പെട്ടെന്ന് പറയണം കേട്ടോ, അതേ സമയം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയാം, നിക്ക്. ഇത് പെട്ടെന്ന് ആവട്ടത്, നാളെ വിളിച്ചാവോ? വേഗം പറ. ഒന്നും കിട്ടുന്നില്ല. വേഗായിക്കോട്ടെ. ഇനി സമയം തരാൻ പറ്റില്ല. എന്നാ പിന്നെ ഇയാൾ തന്നെ അങ്ങ് പറ. ഇടത് കൈ കൊണ്ട് തൊടാം, വലത് കൈ കൊണ്ട് ഒരിക്കലും തൊടാൻ പറ്റില്ല. പറ, എന്താ അത്? അപ്പൊ ഇയാള് തോറ്റെന്ന് അല്ലേ? ഇയാൾ ആദ്യം ഉത്തരം പറ. അത് സിമ്പിൾ അല്ലേ? ഈ വലത് കൈന്റെ മുട്ട് മനസ്സിലായില്ല? വലത് കൈയുടെ മുട്ടോ? അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് വലത് കൈന്റെ മുട്ടൊന്ന് തൊട്ട് കാണിച്ചേ. ഇടത് കൈ കൊണ്ട് തൊടാം, വലത് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? ചോദ്യം കൊണ്ട് വന്നിരിക്കുന്നു പറ്റിക്കാനായിട്ട്. അതെ, ഇയാളെനിക്ക് ചോദിച്ചതാ. അതെ, ഇയാൾ ഒരെണ്ണം തന്നാ മതി. ശരി, കണ്ണടയ്ക്ക്. കണ്ണടയ്ക്ക്. തുറക്കരുത്, പ്രോമിസ്. ഒന്നുകൂടി ഒന്നുകൂടി. വേണ്ട, ഇയാൾ ഒരെണ്ണം തന്നാ മതി. പലിശ അടക്കം ഞാൻ തിരിച്ചുതരാം. പ്ലീസ്. ഒന്നുകൂടിയൊന്നുമില്ല. നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോ സത്യമേ വിളിക്കും. എന്റെ പൊന്നേ വേണ്ട. അങ്ങനെ വഴിക്ക് വാ. അപ്പോ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ ഇപ്പം എടുക്കാനാവണ്ട, കൊച്ചു തെമ്മാടി. പാവം, പറ്റിക്കണ്ടായിരുന്നു.
ചേച്ചി, നീ കാണിച്ചത് ബുദ്ധിമോശമാണെന്ന് ഞാൻ പറയൂ ബാലചന്ദ്ര. പാമ്പ് ശാരദ തന്നെ കൊത്തുന്ന എന്താ ഇത്ര ഉറപ്പ്? എന്നാ പിന്നെ പാമ്പിന്റെ ചെവിയിൽ പറഞ്ഞുവിടാൻ മേലായിരുന്നു കൊത്തേണ്ട ആളുടെ പേര്. എന്റെ പൊന്നു ചേച്ചി, ഇത് ഇങ്ങനെയൊക്കെ നടക്കൂ? ഭാര്യയെ മരുന്ന് കൊടുത്ത് മയക്കിയിട്ട് ഒരുത്തൻ എത്ര തവണയാ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലാൻ നോക്കിയത്? പലതവണ ആയപ്പോഴല്ലേ അതിന്റെ ഫലം വന്നത്. കൊത്തുപാമ്പേ കൊത്തുപാമ്പേ എന്ന് പറഞ്ഞാ കൊത്താൻ പാമ്പ് നമ്മുടെ കൊട്ടേഷൻകാരനല്ല. അതിന് തോന്നണം കൊത്താൻ വേണ്ടിയിട്ട്. ചേച്ചി, ഇതിപ്പോ ശങ്കരന്റെ കയ്യിൽ കൊടുത്തു വിട്ടോണ്ട് നമ്മൾ സേഫാ. എന്തെങ്കിലും വിഷയം ഉണ്ടായാലും ശങ്കരന്റെ തലയിൽ വെച്ച് തടിയൂരാം. രാത്രി ശാരദാമ്മയുടെ ബെഡ്റൂമിലേക്ക് ജനലി വഴി പാമ്പിനെ കയറ്റി വിട്ടാലും അവരെ തന്നെ കൊത്തൂന്ന് എന്താ ഉറപ്പ്? ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി. ഹോട്ടലിലേക്കുള്ള പയറായതുകൊണ്ട് ശാരദാമ്മ തന്നെ അതെടുത്ത് കൈകാര്യം ചെയ്യും. കൂടയുടെ മൂടി ഞാൻ തുറന്നാ വച്ചിരിക്കുന്നത്. അതിപ്പോ എഴഞ്ഞ് പുറത്തെത്തി കാണും. പയറാണെന്ന് കരുതി ശാരദാമ്മ നുറുക്കാനെടുക്കുമ്പോ കയ്യിൽ ഒറ്റ കൊത്ത് കഴിഞ്ഞു. എടാ, അത് ശാരദ തന്നെ എടുക്കുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഇപ്പൊ രാത്രിയായാലേ ചേച്ചി, ജോലിക്കാരെയൊക്കെ വൈകാതെ പോവും. ഇതുവരെ അവിടെ ഒന്നും സംഭവിച്ചായിട്ട് കേട്ടില്ല. ഇനി വൈകാതെ ശാരദാമ്മ വീടടച്ച് പൂട്ടും. അടച്ചിട്ട വീട്ടിനുള്ളിൽ ശാരദാമ്മയും ശ്യാമയും കൊടും വിഷമുള്ളൊരു പാമ്പും. പാമ്പ് ശാരദയെ കൊത്തിയാലും ശ്യാമയെ കൊത്തിയാലും ചേച്ചി ഉദ്ദേശിച്ചത് നടക്കും. മക്കളിലൊന്ന് വീണാൽ ശാരദാമ്മയുടെ മനോവീര്യം തകരും. കുടുംബശ്രീ ഹോട്ടൽ പൂട്ടും. ബാക്കിയെല്ലാം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ. ഒരു കാര്യം ഉറപ്പാ ചേച്ചി, രണ്ടുപേരാ ഇന്ന് രാത്രി ശാരദാമ്മയുടെ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുന്നത്. അതിലൊരാളെ നടന്നു പുറത്തേക്ക് വരും. രണ്ടാമത്തെ ആളെ ശവമായിട്ടായിരിക്കും പുറത്തേക്ക് എടുക്കുക. അയ്യോ, ശ്യാമേ, എടി ശ്യാമേ, ഈ പെണ്ണ് ഇതെവിടെ പോയി കിടക്കുക? ശ്യാമേ, എന്താ അമ്മേ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അരി അടുപ്പത്തിട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് നീ ഇതെവിടെ പോയി കിടക്കുക? ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നമ്മേ. ആ, ഇത്രയും പെട്ടെന്ന് അരി തിളയ്ക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? മൊബൈലിൽ തോണ്ടാൻ പോയതായിരിക്കും. അതാണല്ലോ ഇപ്പൊ അത്യാവശ്യം. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? അത്താഴത്തിനൊന്നും വച്ചിട്ടില്ല ഞാൻ. ഒരു കൈ സഹായിക്കും വേണേ. അവധിയുടെ സമയത്തെങ്കിലും അടുക്കളയിൽ ഒന്ന് കേറ്. എന്താ ചെയ്യേണ്ടെന്ന് പറയും. ആ, ദേ ആ പയറെടുത്ത് ഒടിച്ചു വെക്ക്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ശാരദാമ്മേ, ആ, കറികള് കൊറേ ബാക്കിയാ. ആഹാ, നിനക്കും രാജിക്കുള്ളത് എടുത്തോ. അതൊക്കെ എടുത്തു.
പിന്നെ ഉണ്ട് ബാക്കി. എന്നാ പിന്നെ ഇത് തന്നെ പോരെ അമ്മേ? ആ കണ്ടല്ലോ, അവള് പിന്നെ രക്ഷപ്പെട്ടു. ആനങ്ങാക്കള്ളി, ഒരു ജോലിയും ചെയ്യണ്ട നീ. അല്ല, എന്താ സംഭവം? അവളോട് ആ പയറൊന്ന് ഒടിച്ചു വെക്കാൻ പറഞ്ഞതാ ഞാൻ, മെഴുക്കുവരട്ടി ഉണ്ടാക്കാനേ. ഇനിയിപ്പൊ അത് വേണ്ടല്ലോ. കുഞ്ഞല്ലേ ശാരദാമ്മേ? പിന്നെ കുഞ്ഞ് പയറൊടിക്കുന്നതല്ലേ വലിയ അധ്വാനം. എക്സാം കഴിഞ്ഞാലും എനിക്ക് അടുത്ത സെമസ്റ്ററിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ഈ അമ്മയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ശാന്തേച്ചി. പിന്നെ ശാരദാമ്മേ, മോള് പറയുന്നതും കൂടെ ഒന്ന് കേക്ക്. ശാലിനി മോളെ പോലെ ശ്യാമ മോളെ ഒരു കരപറ്റണ്ടേ? പഠിക്കണ്ടെന്നല്ല ശാന്തേ ഞാൻ പറഞ്ഞത്. ഇവളുടെ പ്രായത്തിൽ ഞാൻ എല്ലാ അടുക്കള ജോലിയും പഠിച്ചു. നാളെ വേറൊരു വീട്ടിൽ ചെന്ന് കയറേണ്ട പെണ്ണല്ലേ ഇവള്. ശരി ശരി, തർക്കം വേണ്ട. രാത്രി പോയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരുക്കി കൊണ്ടുവരാം പയറ്. ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ ഹോട്ടലിൽ വിളമ്പാം. ശരി. ശാന്തേ, നിന്റെലല്ലേ താക്കോല്? താക്കോൽ ഞാൻ ഹോട്ടലിന്റെ അടുക്കളയിൽ വെച്ചല്ലോ. നമുക്ക് പൂട്ടിയിട്ട് ഇറങ്ങാം. ഞാൻ പൂട്ടിയിട്ട് വരാം, നീ ഇതൊന്ന് പിടിച്ചേ. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് രാജി? വലിയ ഭേദമൊന്നുമില്ല ശാരദാമ്മേ, വലിവല്ലേ. ഭേദപ്പെടുന്ന കാര്യം ബുദ്ധിമുട്ടാന്നാ പറയുന്നത്. ഈയിടെയായിട്ട് മരുന്ന് കഴിക്കാനും മടിയാ. അതമ്മയും കൊണ്ടേ പോവൂ. പിന്നെന്തിനാ കാശ് ചെലവാക്കുന്നതെന്നാ ചോദ്യം. താക്കോല്. അപ്പോ രാവിലെ കാണാം ശാരദാമ്മേ. രാജി പോകുമ്പോ അതുകൂടെ എടുത്തോണ്ട് പോ. ശരി ശരി. ആ, ഇനി നമുക്ക് വല്ലതും കഴിച്ച് കിടക്കാം. അതെ, നീ പോയി വാതിലൊക്കെ അടച്ചിട്ട് വാ. അമ്മേ, വാതിലൊക്കെ അടച്ചോ? എന്നാ അതെ, അതൊക്കെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവയ്ക്ക്. ശരി അമ്മ. ഇനി എന്താ അമ്മേ? ദാ ഇതും കൂടെ കൊണ്ടുവയ്ക്ക്. ആ ശരി. മോളെ, എന്തു പറ്റി? എടി, മോളെ എന്താ? എടി എന്താടി? പറയ് മോളെ. ഇത് കുടിക്ക്, കുടിക്ക്. എന്താ മോളെ, സ്വപ്നം വല്ലതും കണ്ടോ? എടി കാര്യം പറയേ, എന്താടി നീ കണ്ടത്? അത് ഓർക്കാൻ പോലെ പേടിയമ്മ എനിക്ക്.
സാരമില്ല മോള് പറ. അമ്മ കാർത്തിരണ്ട രൂപം കെട്ടിവരിഞ്ഞു കൊണ്ടുപോകുന്ന പോലെ മിണ്ടാൻ പോലും പറ്റാതെ അമ്മ ചങ്ങല പൊട്ടി കിടക്കുക. ഞാൻ എത്ര നിലവിളിച്ചിട്ടും അത് അമ്മയെ വിടുന്നില്ല. അവസാനം പാതാളക്കുഴി പോലൊരിടത്തേക്ക്